ഹായ്. ഞാൻ താഴത്തേക്ക് ഇറങ്ങിട്ടാ. എന്തുട്ടാ അവിടുത്തെ ഒരു തണുപ്പ്. അതായത് വലിയൊരു ജീവിതത്തിലത്തെ ഒരു ജന്മസാഫല്യം എന്നൊക്കെ പറയില്ലേ നമ്മള്. ജീവിതത്തിൽ അതിരപ്പുള്ളി കാണണം. അതിരപ്പുള്ളി വെള്ളച്ചാട്ടത്തിന്റെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ആ വെള്ളം ചാടണതൊക്കെ കാണണം എന്നൊക്കെ പല വട്ടം ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അത് പലപ്പോഴായിട്ട് നടന്നിട്ടില്ല. പണ്ട് നല്ല സെറ്റപ്പ് ആയിരുന്നപ്പോഴും പറ്റിയിട്ടില്ല, ഇപ്പോഴും പറ്റിയിട്ടില്ല. പിന്നെ പറ്റിയത് അത് ഇപ്പോഴാണ്. എന്തുട്ടയും ഇതുണ്ടായിരുന്നു. ഞങ്ങള് വന്ന പോലെ അല്ല കേട്ടോ. ഇപ്പൊ വെള്ളം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മലകളിലൊക്കെ അവിടെ നല്ല മഴ പെയ്യുണ്ടാവും കരുതുന്നത്. അടിപൊളി സെറ്റപ്പ്. ഇതിപ്പോ ഇങ്ങനെയൊക്കെ അതിരപ്പുള്ളിയൊക്കെ നമ്മളാദ്യം പള്ളിന്നൊക്കെ കാറ്റിസത്തില് കൊണ്ടുവന്നപ്പോ കണ്ടിട്ടുള്ളതാണ്. ഇത്രയ്ക്കൊന്നും അടുത്ത് കാണാനൊന്നും പറ്റിയില്ല. ഞങ്ങൾക്ക് അന്ന് ഭയങ്കര തിരക്കായിരുന്നു. എന്നിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമുള്ളൂ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നയാഗ്ര വെള്ളച്ചാട്ടമൊക്കെ എന്താ ആവുന്നത് നോക്കാം. ഇവിടെ നമ്മുടെ ഒരുപാട് പടങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ കണ്ടിട്ടുള്ള ബാഹുബലി, അതുപോലെ തന്നെ നമ്മുടെ ഏതാ പടം, മണിരത്നത്തിന്റെ ഒരു പടം, വലിയൊരു പടം. ആ പടമൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ ഏറ്റവും ടോപ്പ് ലെവലിലെ സാധനം ചെയ്തിട്ടുണ്ട്. ഇതൊരു രാവണന് അങ്ങനെ എന്തൊക്കെ ഒരു പടത്തിന്റെ പേര് നമുക്ക് അറിയില്ലേ. ഒരു ജാതി സീനുകളൊക്കെ ഉണ്ടായില്ലേ. അതൊക്കെ കാണുമ്പോ റോയൊക്കെ വന്നിട്ട് ഇങ്ങനെ വീഴല്ലോ. ജാതി സാധനങ്ങളൊക്കെ കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അതങ്ങനെ ഹിറ്റാവാണ്ടിരിക്കാന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നിങ്ങളെല്ലാവരും വരണം എന്ന് ഞാൻ പറയില്ല. ഇതൊരു അനുഭവമായിട്ട് എടുത്തിട്ടേ സൗകര്യമുള്ളവർ വന്നാൽ മതി. കാരണം ഓക്കെ, ശരി.
ഗസ്സുകൾ കേന്ദ്ര സഹമന്ത്രിയോ അങ്ങനെ വലിയൊരു ഇതല്ലോ പോലീസ് ഇത്രയധികം information എന്താണ് വിളിക്കുന്നത്? എന്നോടും എന്തോ ഒരു